തിരഞ്ഞെടുപ്പ് ബോണ്ടിലൂടെ 2019-നും 2024-നും ഇടയിൽ പാർട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പണം സംഭാവന നൽകിയ ആദ്യ 5 കമ്പനികളിൽ 3ഉം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം നേരിടുന്നവരാണ്. അതിനിടെ അഴിമതി പണമാണ് BJP ഇലക്ട്രൽ ബോണ്ടിലൂടെ വാങ്ങിയത് എന്ന ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇലക്ട്രൽ ബോണ്ടിൽ നടന്നത് എന്നാണ് ആരോപണം. ഇതോടെ പേരുകൾ പുറത്തു വന്നത് വലിയ ചർച്ചയാവുകയാണ്. ബോണ്ടുകൾ വാങ്ങിയ മറ്റു നിരവധി കമ്പനികളും ED അടക്കമുള്ള ഏജൻസികളുടെ അന്വേഷണം നേരിടുന്നവയാണ്. TDP MP ആയിരുന്ന CM രമേശിന്റെ ഉടമസ്ഥതയിലുള്ള ഋതിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് 45 കോടിയുടെ ബോണ്ടുകളാണ് വാങ്ങിയിട്ടുള്ളത്. 2018 ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് രമേശിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയിരുന്നു. 100 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ആരോപണം. തൊട്ടടുത്ത മാസം രമേശ് BJPയിൽ ചേരുകയുമുണ്ടായി. ഇതിനോടൊപ്പമാണ് ബോണ്ട് വാങ്ങിയത്. ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ട് വിവാദത്തെ പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപനമായ മേഘ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ഖനന ഭീമന്മാരായ വേദാന്ത എന്നിവർ ഇതിൽ ഉൾപ്പെടും. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യാഴാഴ്ച പ്രസിദ്ധീകരിച്ച 2019-നും 2024-നും ഇടയിൽ തിരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിൽ സാന്റിയാഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് ലിമിറ്റഡ് ആണ് മുൻനിരയിൽ. 1368 കോടി രൂപയുടെ ബോണ്ടുകളാണ് സ്ഥാപനം വാങ്ങിയത്. 2019-ന്റെ തുടക്കത്തിൽ ഈ സ്ഥാപനത്തിനെതിരെ ED കള്ളപ്പണം വെളുപ്പിക്കൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. 2019 മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ ദിവസമാണ്. 2019 ഏപ്രിൽ മുതൽ വിറ്റ 22,217 ബോണ്ടുകളുടെ കണക്കാണുള്ളത്. വിറ്റ ബോണ്ടുകളുടെ മൂല്യം ഏകദേശം 12,000 കോടി രൂപയാണ്. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ ഇല്ലാത്തതിനാൽ ഒരു കമ്പനി വാങ്ങിയ നിശ്ചിത ബോണ്ട് ഏത് പാർട്ടിയാണ് പണമാക്കി മാറ്റിയത് എന്ന് കണ്ടെത്താൻ കഴിയില്ല. BJPയുമായി ചേർത്ത് പ്രതിപക്ഷം നിരന്തരം ആരോപണം ഉന്നയിച്ചിരുന്ന അദാനി, റിലയൻസ് ഗ്രൂപ്പുകളുടെ പേരുകൾ കമ്മീഷൻ പുറത്തുവിട്ട പട്ടികയിൽ ഇല്ലതാനും. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ഏറ്റവും കൂടുതൽ പണം ലഭിച്ച രാഷ്ട്രീയ പാർട്ടികൾ ഇവയൊക്കെയാണ്. BJP 6,060 കോടി രൂപ, തൃണമൂൽ കോൺഗ്രസ് 1,609 കോടി രൂപ, കോൺഗ്രസ് 1,421 കോടി രൂപ, BRS 1,214 കോടി രൂപ, BJD 775 കോടി രൂപ, DMK 639 കോടി രൂപ, YSR കോൺഗ്രസ് 337 കോടി രൂപ, TDP 218 കോടി രൂപ, ശിവസേന 159 കോടി രൂപ, RJD 72 കോടി രൂപ. ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയവർ ഇവരൊക്കെയാണ്. ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസസ് 1,368 കോടി രൂപ, മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ 966 കോടി രൂപ, ക്വിക്ക് സപ്ലൈ ചെയിൻ 410 കോടി രൂപ, വേദാന്ത 400.65 കോടി രൂപ, ഹാൽദിയ എനർജി 377 കോടി രൂപ, ഭാരതി ഗ്രൂപ്പ് 247 കോടി രൂപ, SL മൈനിങ് ആൻഡ് ഇൻഡസ്ട്രീസ് 224.5 കോടി രൂപ, വെസ്റ്റേൺ UP പവർ ട്രാൻസ്മിഷൻ കമ്പനി 220 കോടി രൂപ, കെവഞ്ചർ ഫുഡ് പാർക്ക് ഇൻഫ്ര 195 കോടി രൂപ, മദൻലാൽ ലിമിറ്റഡ് 185 കോടി രൂപ.